മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം. ഇനി പറയുന്ന വാചകം എന്തുമാത്രം ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്, പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് വിചിന്തനം ചെയ്തു നോക്കുക. സ്വയം ഒന്ന് പരിശോധന നടത്തുക. ഒരു സ്വയം പരിശോധന നടത്തുക. മോർ മണി നോ പ്രോബ്ലം, നോ മണി മോർ പ്രോബ്ലം. ധാരാളം പണമുണ്ട്, പ്രശ്നങ്ങൾ തീരെയില്ല. പണം തീരെയില്ല, ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഇതൊന്ന് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുക. ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുക. ഇത് ആ റിയൽ റിച്ച് മൈൻഡ് സെറ്റ്, യഥാർത്ഥ മണി മൈൻഡ് സെറ്റിലേക്ക് ഉയർന്നവർക്ക് മാത്രമേ അത് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അത് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയുന്നുവെങ്കിൽ ആ മൈൻഡ് സെറ്റ് റിയൽ മണി മൈൻഡ് സെറ്റായി എന്നർത്ഥം. ആ മണി മൈൻഡ് സെറ്റില്ലാത്ത ആ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന 90% മനുഷ്യരോട് പറഞ്ഞാൽ അവർ അതിന് 100 എതിർവാദങ്ങൾ കണ്ടെത്തും. ആ പണം കൊണ്ട് എല്ലാം ആകില്ല, എല്ലാ കാര്യങ്ങളും പണം കൊണ്ട് നേടാൻ കഴിയുമെന്നാണോ പറയുന്നത് തുടങ്ങിയ എതിർവാദങ്ങൾ. സത്യത്തിൽ എല്ലാ കാര്യങ്ങളും പണം കൊണ്ട് നേടാൻ കഴിയില്ലായിരിക്കാം. പക്ഷേ നേടാൻ കഴിയുന്ന എന്തും നേടണമെങ്കിൽ പണം വേണമെന്നുള്ളതാണ് ആ യാഥാർത്ഥ്യം എന്നുള്ളതാണ് ആ റിയൽ മണി മൈൻഡ് സെറ്റുള്ളവർ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം എതിർവാദങ്ങൾ എന്തെങ്കിലും മനസ്സിൽ ഉയരുന്നുണ്ടെങ്കിൽ അതിനെ പരിശോധിക്കുകയും സത്യസന്ധമായ മനസ്സോടെ യാഥാർത്ഥ്യ ലോകത്തിലെ ആ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളുകയും ചെയ്യുക. ഈ ലോകത്ത് നേടാൻ കഴിയുന്ന എന്തും നേടുകയും നിലനിർത്തുകയും വേണമെങ്കിൽ അതിന് പണം അനിവാര്യമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം. അവനവനും അവനവൻ്റെ ഉറ്റവർക്കും അഭിമാനകരമായ ജീവിതം വേണമെങ്കിൽ, അത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, അത് നിലനിർത്തണമെങ്കിൽ, അല്ലലുകളും ബുദ്ധിമുട്ടുകളുമില്ലാതെ, പ്രോബ്ലംസ് ഇല്ലാതെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആ പണം എന്ന ലൈഫ് എനർജി കൂടിയേ തീരൂ എന്ന് മനസ്സിലാക്കുക. സയൻറ്റിഫിക് ടെമ്പർ ആണെങ്കിൽ അത് ലൈഫ് എനർജി. മുൻപൊരിക്കൽ 1-2 പ്രാവശ്യം പറഞ്ഞ കാര്യം ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. സയൻറ്റിഫിക് ടെമ്പർ ആണെങ്കിൽ മനസ്സിൽ നന്മയുള്ള മനുഷ്യന് പണം മതിയാകില്ല. അതാണ് റിയൽ മൈൻഡ് സെറ്റ്, റിയൽ മണി മൈൻഡ് സെറ്റ്. ഇനി ഏത് മതവിശ്വാസ പ്രകാരം നോക്കിയാലും, ഇസ്ലാമിക മതവിശ്വാസ പ്രകാരം നോക്കിയാൽ അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രബലങ്ങളായ ഹദീസുകളിൽ കാണാൻ കഴിയും. പണവും സമ്പത്തും അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹമായി കാണുന്ന ഒരു യഥാർത്ഥ മുസൽമാന് ഒരിക്കലും പണം മതിയായി എന്ന് ചിന്തിക്കാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണെങ്കിൽ എത്ര വേണമെങ്കിലും പോന്നോട്ടെ എന്ന് ചിന്തിക്കാൻ കഴിയൂ. ക്രിസ്തു മതവിശ്വാസിയാണെങ്കിൽ അത് യേശുവിൻ്റെ ദാനമാണ്, യഹോവയുടെ ദാനമാണ്. വ്യത്യസ്തങ്ങളായ ചിന്തകളുള്ളവർക്ക് അത് എന്താണോ ആ ദൈവത്തിൻ്റെ ദാനമാണ്. ആ ദൈവത്തിൻ്റെ ദാനമാണെങ്കിൽ അത് എത്ര വേണമെങ്കിലും പോന്നോട്ടെ എന്നേ ചിന്തിക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ഹൈന്ദവ വിശ്വാസികളാണെങ്കിൽ വേറൊരു ഓപ്ഷൻ പോലുമില്ല. സാക്ഷാത്ത് ലക്ഷ്മി ദേവിയാണ്. ലക്ഷ്മി ദേവിയാണെങ്കിൽ കുറച്ചിങ്ങോട്ട് വന്നാൽ മതി, ബാക്കി മൂദേവി വന്നോട്ടെ എന്ന് ചിന്തിക്കാൻ കഴിയില്ല. പൂർണ്ണമായും ലക്ഷ്മി എത്ര വേണമെങ്കിലും പോന്നോട്ടെ. ആ ഒരു റിയാലിറ്റി ഞാനിപ്പോൾ സയൻസ് മാത്രമല്ല, യഥാർത്ഥ ലോകത്തിലെ യഥാർത്ഥ ധനികരുടെ രീതികൾ തന്നെയാണ് കാണിച്ചു തരുന്നത്. ഇനി യഥാർത്ഥ ധനികരാരെങ്കിലും മതിയാക്കുന്നുണ്ടോ? നാം കണ്ട കാര്യമാണ്. യഥാർത്ഥ ധനികരാരും തന്നെ, അത് കേരളത്തിലെ ഏറ്റവും ധനികരായ വ്യക്തികളാകട്ടെ, ഏത് മതവിശ്വാസികളായ ധനികരാകട്ടെ, ഇന്ത്യയിലെ ഏറ്റവും ധനികരായ വ്യക്തികളാകട്ടെ, ലോകത്തിലെ ഏറ്റവും ധനികരായ വ്യക്തികളാകട്ടെ, അവരൊരിക്കലും പണം മതിയാക്കുന്നില്ല. ആ ഒരു യാഥാർത്ഥ്യം കൂടെ കാണുക. ദരിദ്രരാകട്ടെ, പണം ആവശ്യത്തിന് കിട്ടുന്നതിന് മുൻപേ അല്ലലുകളും അലട്ടലുകളും ഉള്ള ദാരിദ്ര്യം നടമാടുന്ന സമയത്ത് പോലും അവർ പറയും, എനിക്ക് ആവശ്യത്തിന് കിട്ടിയാൽ മതി, എനിക്ക് കുറച്ച് മതി. അപ്പോൾ ആ ചിന്താധാരകളെല്ലാം മാറ്റിവെച്ചിട്ട് ബാക്കിയുള്ള സമയത്ത് നമ്മൾ ഹോംവർക്ക് ചെയ്യുന്ന സമയങ്ങളിൽ ഹോംവർക്ക് ചെയ്യുക, രാവിലെയും വൈകുന്നേരമൊക്കെ ഹോംവർക്ക് ചെയ്യുന്ന സമയങ്ങളിൽ ഹോംവർക്ക് ചെയ്യുക. ബാക്കി പകൽ സമയത്ത് നമ്മുടെ ആ ഡ്യൂട്ടി ആത്മാർത്ഥമായി ചെയ്യുകയും അതോടൊപ്പം തന്നെ അത് ജോലിയാകട്ടെ, ബിസിനസ് ആകട്ടെ, സ്വയം തൊഴിലാകട്ടെ, ഇത് തന്നെയാകട്ടെ, അത് വളരെ ആത്മാർത്ഥമായി ചെയ്യുകയും അതോടൊപ്പം തന്നെ ഇപ്പോഴുള്ള മേഖലയിലാണെങ്കിൽ അവിടെ തന്നെ എങ്ങനെ 10 കാശ് കൂടുതൽ ഉണ്ടാക്കാം, അതിനായി എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള ചിന്തകൾ. അതല്ലെങ്കിൽ ഇപ്പോഴുള്ള മേഖലയോടൊപ്പം തന്നെ എന്താണ് അഡീഷണലായി ചെയ്യാൻ കഴിയുക, അതല്ലെങ്കിൽ ഇപ്പോഴുള്ള മേഖല വിട്ടിട്ടാണെങ്കിൽ പോലും എങ്ങനെയാണ് 10 കാശ് ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ള ചിന്ത. എടുത്ത് ചാടി റിസ്ക് എടുക്കണമെന്നല്ല, പക്ഷേ ആ ഒരു ചിന്ത ഭൗതികമായി നമ്മൾ മാനസികമായ ഹോംവർക്കുകൾ ചെയ്യുന്നതോടൊപ്പം തന്നെ മൈൻഡ് പ്ലസ് മെത്തേഡ് സമം മണി, മൈൻഡ് ശരിയാക്കുകയും അതോടൊപ്പം തന്നെ എങ്ങനെ 10 കാശുണ്ടാക്കാം എന്നുള്ള ചിന്തകളിലേക്കും കൂടെ ഊളിയിടുമ്പോൾ നമ്മിലേക്ക് ആ പണം വരുന്ന മാർഗ്ഗങ്ങൾ നമ്മിലേക്ക് വരികയും നാം അതിലേക്ക് എത്തുകയും ചെയ്യും. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്കും കഴിയും, ആഗ്രഹിക്കുന്നത്രയും പണവും സമ്പത്തും നേടാൻ കഴിയും. ഒന്നുകൂടെ ആഞ്ഞു ചിന്തിച്ചാൽ ശരിക്കും മണി മേക്കിംഗ് എന്നതൊരു സൈക്കോളജിക്കൽ ഗെയിമാണ്, ഒരു മൈൻഡ് ഗെയിമാണ്. അപ്പം മൈൻഡിൽ നമ്മളത് ആഴത്തിൽ കൊടുക്കുമ്പോൾ തന്നെ മാർഗ്ഗങ്ങൾ കാണാനുള്ള മനസ്സും നമുക്കുണ്ടാവുകയും നമ്മുടെ ഉപബോധ മനസ്സ് എന്ത് തന്നെയാവട്ടെ, നമ്മുടെ മാനിഫെസ്റ്റേഷൻ, അതെല്ലാം അതിനനുകൂലമായി മാറുകയും നമുക്കത് സംഭവിക്കുകയും ചെയ്യും. നിങ്ങൾക്കും കഴിയും, ആഗ്രഹിക്കുന്നത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്കും നിങ്ങളുടെ ഉറ്റവർക്കും പ്രകാശം പരത്തുന്ന ജീവിതം നയിക്കുന്നതിനാവശ്യമായ അത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്കും നിങ്ങളുടെ ഉറ്റവർക്കും അഭിമാനകരമായ ജീവിതം നയിക്കുന്നതിനാവശ്യമായ അത്രയും പണവും സമ്പത്തും നേടാൻ
നിങ്ങൾക്ക് കഴിയും. നിങ്ങളെക്കാളും അറിവും വിദ്യാഭ്യാസവും കഠിനാധ്വാനവും കുറഞ്ഞവർ പോലും ഈ ലോകത്ത് പണം സമ്പാദിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. സോ നിങ്ങൾക്കും കഴിയും. നിങ്ങൾക്കും നിങ്ങളുടെ ഉറ്റവർക്കും അഭിമാനകരമായ ജീവിതം നയിക്കുവാൻ ആവശ്യമായ അത്രയും പണവും സമ്പത്തും നിങ്ങളിലേക്ക് എന്നെന്നും ഒഴുകി വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, നിങ്ങൾക്ക് ആ പണപ്രവാഹം നിങ്ങളുടെ ലൈഫിൽ നിലനിന്ന് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ഹാവ് എ നൈസ് ഡേ.